രാഹുലിന് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമെന്നും ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിയമം 1952 മുതൽ നിലവിലുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഒടുവിൽ രാഹുലിന് വലിയ മറുപടി, കനത്ത മറുപടി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെ രാഹുൽ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ഒരു തെളിവും ഹാജരാക്കാൻ രാഹുലിന് കഴിയുന്നില്ല. ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്ക് ശക്തമായ മറുപടിയുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഇതാ വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ട് ആയില്ല, എത്രയും വേഗം തെളിവുകൾ തങ്ങൾക്ക് കൈമാറാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിയമം 1952 മുതൽ നിലവിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കണം, ഇതാണ് നിലവിൽ ആവശ്യം. അതേസമയം തന്നെ ഈ തെളിവുകളൊന്നും തന്നെ ഒരു തെളിവും കമ്മീഷന് കൈമാറില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. മാത്രമല്ല, ബീഹാറിൽ നിന്നും ഈ വോട്ട് ചോരി പ്രയോഗം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഒരു യാത്ര നടത്താനും രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു. അതായത് പതിവ് പോലെ അടിച്ചിട്ടോടുകയാണ് രാഹുൽ ഗാന്ധി. തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് ഹാജരാക്കാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ തനിയെ അന്വേഷിച്ചോളൂ എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് ഈ പ്രചാരണം ഏറ്റെടുത്ത മുഴുവൻ ആളുകളും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അവരെല്ലാം പ്രതീക്ഷിച്ചത് രാഹുൽ ഗാന്ധി തെളിവ് കൈമാറും എന്നുള്ളതാണ്. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചവർ മനസ്സിലാക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളത് തെളിവ് നൽകില്ല, വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഇതോടെ വെട്ടിലായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം കേട്ട് രംഗത്തിറങ്ങിയ ആളുകളാണ്. കാരണം ഇതിൽ വലിയ തെളിവുകളുണ്ടെന്നും വ്യാജേനയാണ് ഒരു വലിയ വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ ചില രേഖകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. രാഹുലിന് വേണമെങ്കിൽ ഈ തെളിവുകൾ തന്നെ അത് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഹാജരാക്കാമായിരുന്നു. പക്ഷേ അത് വ്യാജമെന്ന് തെളിയുകയാണ് ഈ തെളിവ് ഹാജരാക്കാത്തതോടെ. രാഹുൽ ഗാന്ധി ഇപ്പോൾ വഴിയാധാരമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ടിറങ്ങിയ ആളുകളെയാണ്. എന്തായാലും നിലവിൽ ബീഹാറിൽ ഈ യാത്ര നടത്തുമ്പോൾ അതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ചെയ്തു കൂട്ടിയതെല്ലാം ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്, SIR ഏത് വിധേനയെങ്കിലും നിർത്തലാക്കിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ വിശ്വസിച്ചിറങ്ങിയ ആളുകളെ വഴിയാധാരമാക്കിയ പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ മുൻപുണ്ടായിരിക്കാനിടയില്ല. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.